ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا وحبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. صدق الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഇല്ലാ റഹ്മത്തം മിന്ന വമതാഅൻ ഇലാഹി, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കിരണം നമ്മളിലേക്ക് പകർന്നതിന്റെ പേരിലും അല്ലാഹു തആല ഒരു അവധി നമുക്കായി തന്നതിന്റെ പേരിലുമാണ് നമ്മൾ ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അദാബുകളെ തൊട്ടും അല്ലാഹുവിന്റെ ശിക്ഷകളെ തൊട്ടുമൊക്കെ മോചിതന്മാരായി അല്ലെങ്കിൽ അതിൽ നിന്നും മോചിതരായി നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു തആല ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നത് അല്ലാഹുവിനെ എതിര് ചെയ്യുന്ന, നമ്മളിവിടെ സൂറത്ത് യാസീനിൽ പരാമർശിച്ച സത്യമതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം, സതുപദേശങ്ങളെ വിലക്കെടുക്കാതെ അതിനെ വില കുറച്ച് കണ്ടുകൊണ്ട് ദീനിന്റെ അടയാളങ്ങളെ, ശിആറുകളെ മൈൻഡ് ചെയ്യാതെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാതെ വില കുറച്ച് കാണുന്നൊരു വിഭാഗം, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്താണ്? അല്ലാഹുവിന്റെ കാരുണ്യം അവരിലേക്കുള്ളതിന്റെ പേരിൽ. ഇനി അതല്ല, അവർക്ക് അല്ലാഹു തആല കുറച്ചും കൂടി അവധി കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം പോകുമെന്നറിയാലോ, അങ്ങ് പോകട്ടെ എന്ന നിലയ്ക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ, സൂറത്തുൽ ഫാത്തിറിന്റെ ഒരായത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. മതാഅൻ ഇലാഹി എന്ന് പറഞ്ഞല്ലോ, ഒരു സമയം വരെ നീ അങ്ങ് ആസ്വദിച്ചോ ദുനിയാവ്, നിന്നൊരു നാൾ പിടിക്കൂട്ടോ. നീ അങ്ങ് സുഖിച്ച് രസിച്ച് ഇതൊന്നും കുഴപ്പമില്ല, എന്നെ പിടിക്കണമെങ്കിൽ എന്നെ പിടിച്ചേനെ. ഞാൻ എത്ര നാളായി ഈ രീതിയിലുള്ള മോശമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ മോശത്തരങ്ങൾ, പലിശയുമായി ബന്ധപ്പെട്ടാൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരാളെ വഞ്ചിച്ചാൽ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഇതൊന്നും നടക്കുന്നില്ലല്ലോ, കുഴപ്പമുണ്ടാവൂല എന്ന ധാരണയാണെങ്കിൽ നീ ജീവിച്ചോ. അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നൊരു വാക്കുണ്ട്. അങ്ങനെ അല്ലാഹു തആല ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന മോശത്തരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഹറാമനുസരിച്ച്, ദീനിൽ വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് മനുഷ്യനെ ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല സൃഷ്ടിക്കുമായിരുന്നെങ്കിൽ, ആ സൂറത്തുൽ ഫാത്തിറിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല മനുഷ്യർ ചെയ്യുന്ന ഹറാമ്, നിഷിദ്ധമായ കാര്യങ്ങൾ അനുസരിച്ച് അവരെ അല്ലാഹു തആല അദാബ്, ശിക്ഷ, അവരുള്ള പണിഷ്മെന്റ് അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മാ തറക്ക അലാ ളഹിരിഹാ മിൻ ദാബത്തി, ഈ പ്രപഞ്ചത്തിൽ ആരും ഉണ്ടാകില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു തആല ഓതി വെക്കുന്നു, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ അങ്ങനെ പിടികൂടാത്തതല്ല, നിങ്ങൾ എന്താണ് അല്ലാഹു തആല പണിഷ്മെന്റ് തരാത്തതല്ല, പണിഷ്മെന്റ് ഇല്ലെന്നോ അതിന് കൃത്യമായ ചോദ്യപ്പാടുകളും ഹിസാബുകളും വിചാരണയും ഇല്ലെന്നോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു തആല ചേർത്ത് വെക്കുന്നു, വലാകിൻ, പക്ഷേ യുഅഖിറുഹും ഇലാ അജലി മുസമ്മാ, അല്ലാഹു തആല ഒരു നാളിലേക്ക് അല്ലാഹു തആല അവർക്ക് അവധി തന്നിരിക്കുക.
വലാകി യുഅഖിറുഹും, അവരെ അല്ലാഹു തആല പിന്തിപ്പിച്ചിരിക്കുന്നു ഇലാ മുസമ്മാ ഫഇദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറാ. കണ്ടോ, ഹിസാബ്, വിചാരണ എന്ന് പറയുന്ന പേര് വെക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്, മഹ്ശറയുണ്ട്, ബർസഖുണ്ട്. അവിടത്തേക്ക് അല്ലാഹു തആല അവരെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതാണ് ഇല്ലാ റഹ്മത്തൻ മിന്നാ വമത്താഅൻ ഇലാഹീൻ. അല്ലാഹു തആല രണ്ടും പറഞ്ഞു. ആരും കാരുണ്യം മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട, മറിച്ച് എന്തുണ്ട്, മത്താഅൻ ഇലാഹീൻ, ഒരു കാലം നിങ്ങൾക്ക് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്നതാണ്. നീ ജീവിച്ചോ, നീ ആസ്വദിച്ചോ, നീ നന്നാവണോ നോക്കട്ടെ എന്ന് തന്നിരിക്കുന്നതാണ്. അല്ലാഹു തആല വ്യക്തമാക്കി തന്നതാണ്. വൈദാ ഖീല ലഹും മുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. നീ അവരോട് പറഞ്ഞു, എന്ത്, നീ സദാസമയം സൂക്ഷ്മതയോടുകൂടിയാണ് നീ ജീവിക്കേണ്ടത്. നിന്റെ മുമ്പിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും നീ സൂക്ഷിക്കണം. ഇവിടെ മഹാന്മാർ പല വിശദീകരണം തന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇദാ ഖീല ലഹും മുത്തഖൂ മാ ബൈന ഐദീകും എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നിനക്ക് മുമ്പുള്ളതിനെ നീ സൂക്ഷിക്കണം. അതായത് പരിശുദ്ധമായ ഈ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന, ദീൻ പ്രചരണാർത്ഥം കടന്നു വന്ന പ്രവാചകന്മാർക്ക് സംഭവിച്ച, പ്രവാചകന്മാരുടെ സമുദായത്തിന് സംഭവിച്ചത് നീ ഒന്ന് ആലോചിച്ച് ഭയപ്പെടേണ്ടതുണ്ട്. ഇതുപോലെ സന്ദേശവുമായി കടന്നു വന്ന പ്രവാചകന്മാർ അവരുടെ സമുദായം പ്രവാചകന്മാരോട് കാണിച്ചതിനും ആ നന്ദികേടിനും ആ ദീനിനോടുള്ള വിരക്തിക്കും പരിണിതി ഫലമായി അവരെന്താണോ അനുഭവിച്ചത്, അവർക്ക് അല്ലാഹു തആല കൊടുത്ത ശിക്ഷ അത് നിന്റെ മനസ്സിൽ വേണം. ആ ഒരു ഭയം നിനക്ക് വേണം. മാ ബൈന ഐദീകും വമാ ഖൽഫകും, ഇനി വരാൻ പോകുന്ന, ഇനി ഖിയാമത്ത് നാളിൽ വരാൻ പോകുന്ന ഭീതിജനകമായ അവസ്ഥകളെ തൊട്ടും നിനക്കൊരു ഭയം വേണം. എങ്കിലേ ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയുള്ളൂ എന്നവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവർ പുറംതിരിഞ്ഞവരായി മാറിപ്പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെയാണ് അതിന്റെ മറുപടി. അങ്ങനെയാണ് ആ മറുപടി നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അവരോട് ഭയപ്പെടാനും ദുനിയാവിനെ പറ്റിയും പാരത്രിക ജീവിതത്തെ പറ്റിയും ഹിസാബിനെ പറ്റിയും വിചാരണയെ പറ്റിയും മരണത്തെ പറ്റിയും ഖബറിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവർ പുറംതിരിഞ്ഞു കളയും. ഇതൊന്നും നമുക്ക് വേണ്ട, നിസ്കാരവും നോമ്പും ഒന്നും വേണ്ട, ഞാൻ എന്റെ രൂപത്തിൽ ജീവിക്കും. അവർ പുറംതിരിഞ്ഞവരായി മാറിപ്പോകും. അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.